ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ പറഞ്ഞത് പ്രകാരം ശ്യാമ രാധിക പാടിയത് കേൾക്കാൻ പോവുകയാണ് കേട്ടോ. പാട്ട് കേട്ട് കഴിയുമ്പോൾ അശ്വതി പറയും, ഈ കുട്ടിയുടെ ശബ്ദം ശ്യാമയുടേതുപോലെ തന്നെയുണ്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ ഡയറക്ടർ പറയും, ശബ്ദം മാത്രമല്ല രൂപം അതുപോലെ തന്നെയാണ്. ഇത് കേട്ട ശ്യാമ ഈ പാട്ട് പാടിയ കുട്ടിയെ എനിക്കിപ്പോൾ തന്നെ കാണണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടി പോവുകയാണ് കേട്ടോ. പക്ഷേ അപ്പോഴേക്കും രാധിക കാറിൽ കയറി പോവുകയാണ്. അപ്പോൾ ശ്യാമ ശ്രീയോട് പറയും, എനിക്ക് ആ കുട്ടിയെ ഉടനെ തന്നെ ഒന്ന് കാണണം. വിനയ മേഡത്തിനെ നീ ഒന്ന് വിളിച്ചു നോക്ക്. അപ്പോൾ ശ്രീ വിളിക്കുന്നുണ്ടെങ്കിലും വിനയ മേഡം ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ശ്രീ പറയും, ആ കുട്ടിയെ കണ്ടുപിടിക്കണമെന്ന് മേഡത്തിന് നിർബന്ധമാണെങ്കിലേ നമുക്കതിനുള്ള വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രീ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ശ്യാമ അശ്വതിയോട് പറയും, ഇത്ര അടുത്ത് വന്ന് എൻ്റെ കൂടെ പാടിയിട്ടും എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അശ്വതി പറയും, ടെൻഷൻ ആവണ്ട ശ്യാമേ, എന്തായാലും ആ കുട്ടിയെ വിനയപ്രസാദൻ അറിയാലോ, ദൈവം നിങ്ങളെ കൂട്ടിച്ചേർക്കും. പിന്നെ ശ്യാമയും പാട്ട് പാടുകയാണ്. രാധികയെ മുമ്പ് കാണാനുണ്ടായ ഒരു സാഹചര്യവും ഓർത്താണ് കേട്ടോ ശ്യാമ പാട്ട് പാടിയതിന് ശേഷം ആ പാട്ട് ഒരിക്കൽ കൂടെ മുഴുവനായിട്ട് പ്ലേ ചെയ്യാൻ ശ്രീയോട് പറഞ്ഞിട്ട് അത് കേൾക്കുകയാണ്. പാട്ട് കേട്ട് കഴിഞ്ഞ് ശ്യാമ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് അശ്വതിയോട് പറയും, ഇത്രയും നാൾ തിരിഞ്ഞിട്ടും കണ്ടില്ല, ഇപ്പോൾ ഞാൻ അറിയാതെ ഇവിടെ എത്തി എൻ്റെ കൂടെ പാട്ടും പാടി. ആ കേട്ട ശബ്ദം എൻ്റെ മോളുടെയാണ്. ഞങ്ങൾ ഒരുമിച്ചായി പാട്ട് പാടിയത്, എന്നിട്ടും ഞങ്ങൾ തമ്മിൽ കണ്ടില്ല. എന്നാലും എൻ്റെ മോള് എല്ലാ അർത്ഥത്തിലും എന്നെപ്പോലെയാണല്ലോ. അത് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ചേച്ചി. പിന്നെ കാണിക്കുന്നത് സോണിയ കണിമംഗലത്തിലേക്ക് വരുന്നതാണ്. പുറത്തു നിൽക്കുന്ന ബിജുവിനെ കണ്ട സോണിയ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് വരികയാണെന്നും ഇവിടെ പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് ഹെൽത്ത് സെൻ്ററിൽ ചേർക്കണമെന്നും പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ബിജു പറയും, ഇവിടെ പുതിയ ഒരാൾ വന്നിട്ടുണ്ട്, വരുണിൻ്റെ ഭാര്യ പ്രിയങ്ക. അപ്പോൾ സോണിയ പറയും, എന്നാൽ എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം. അപ്പോൾ ബിജു പ്രിയങ്കയെ വിളിക്കുകയാണ് കേട്ടോ. പ്രിയങ്കയെ കാണുമ്പോൾ തന്നെ സോണിയയ്ക്ക് ആൾ മാറിയെന്ന് മനസ്സിലാവുകയാണ്. ഈ വിവരം പറയാൻ സോണിയ ഐശ്വര്യ വിളിക്കുകയാണ്. പക്ഷേ ഐശ്വര്യ സോണിയ പറഞ്ഞതുപോലും കേൾക്കാൻ തയ്യാറാവാതെ, നമുക്ക് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്, എല്ലാം നമുക്ക് നേരിട്ട് കണ്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അതേസമയം വിനയ മേഡം രാധികയെ കൃഷ്ണപുരത്ത് കൊണ്ടുചെന്ന് ആക്കുകയാണ്. അപ്പോൾ രാധിക പറയും, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു തന്ന മേഡത്തിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. മേഡത്തിനെ പോലെ വലിയൊരാൾ എൻ്റെ അടുത്ത് പോലും വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ വിനയ മേഡം പറയും, ഭാഗ്യം കൊണ്ടല്ല, അതിനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അത് സംഭവിച്ചത്. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്യാമ വിനയ മേഡത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴത്തെയും പോലെ മേഡം അപ്പോഴും ഫോൺ എടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ശ്യാമയോട് പറയും, നിൻ്റെ ഒരു സങ്കടം ഞാൻ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതെന്താണെന്നറിയോ? അധികം വൈകാതെ ശ്യാമ മേഡത്തിൻ്റെ അടുത്ത് നിന്നെ ഞാൻ കൊണ്ടുപോകും, അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് രാധികയുടെ യാത്ര പറഞ്ഞ് വിനയ മേഡം പോവുകയാണ്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായി മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.